ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിന്റെ കഴിഞ്ഞ വർഷം ചോദിച്ച ഹാഫ് ഇയർലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഒപ്പം നമ്മൾ +2 പൊളിറ്റിക്കൽ സയൻസിന് 14th 15th ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്ത ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ 13 ചാപ്റ്റർ വരെയാണ് ചെയ്തത്. 14 15 ഈ വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 16 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വരുന്നത്. എല്ലാം ആൻസർ ചെയ്യണം. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Congress party under the leadership of Indira Gandhi after the split of 1969 was known as. അതായത് 1969 കോൺഗ്രസ് എന്താണ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, നമുക്കറിയാം അല്ലെ. സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസും അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസും. അപ്പൊ ഏത് കോൺഗ്രസ് ആണ് ഇന്ദിരാഗാന്ധിയുടെ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഏതാണ് കോൺഗ്രസ് 6 ആണ് കേട്ടോ. അതായത് പുനഃസംഘടനാ കോൺഗ്രസ് അല്ലെങ്കിൽ റിക്വസേഷനിസ്റ്റ് കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പോളിസി ഡിക്ലെയർഡ് ബൈ ഡെങ് സിയാവോപിങ് ഇൻ 1978 ടു റീബിൽഡ് ചൈനീസ് എക്കണോമി. ഏത് പോളിസിയാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ഓപ്പൺ ഡോർ പോളിസിയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റീസൺ ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352. അതായത് ആർട്ടിക്കിൾ 352 എന്താ ഡീൽ ചെയ്യുന്നത്? നാഷണൽ എമർജൻസി ആണല്ലേ. അതുപോലെ ആർട്ടിക്കിൾ 356 ഉണ്ട്, എന്താ ഡീൽ ചെയ്യുന്നത്? സ്റ്റേറ്റ് എമർജൻസി ആണ് കേട്ടോ. അതുപോലെ 360 ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ഓക്കെ അല്ലേ അത്? അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ള? കോൺസ്റ്റിറ്റ്യൂഷണൽ റീസൺ ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352. എന്തിന്റെ റീസണിലായിരിക്കും? നമുക്കറിയാം ഇഫ് ദ നേഷൻ ഫേസസ് എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആർമഡ് റെബലിയൻ ടു ഇറ്റ് സെക്യൂരിറ്റി. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരിക കേട്ടോ. മറ്റേത് പറയുന്നത് സ്റ്റേറ്റിന്റെ കാര്യമാണ്, അതുപോലെ ഫിനാൻഷ്യലിന്റെ കാര്യമാണ്. സി പറയുന്നത് ഡിയിലുള്ളത് അതെന്താണ്? ജസ്റ്റ് ഒരു ഓപ്ഷൻ ആണ്, അത് ഇതിൽ പെടുന്നതല്ല. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കമ്മീഷൻ വിച്ച് റെക്കമെൻഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. അതായത് ഭാഷാടിസ്ഥാനത്തിൽ രാഷ്ട്രം വേണം, സംസ്ഥാനങ്ങൾ വേണം എന്ന് പറഞ്ഞത് ഏതാണ്? ഏത് മൂവ്മെന്റ് ആണ് എന്നതാണ്. ഏതായിരുന്നു? വിശാലാന്ധ്ര മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ. വിശാലാന്ധ്ര. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ലീഡർ ഓഫ് മിസോ നാഷണൽ ഫ്രണ്ട്. ആരായിരുന്നു? ലാൽ ദെങ്കെ ആണ് കേട്ടോ. ലാൽ ദെങ്കെ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ജനത ഗവൺമെന്റ് ടു ഇൻക്വയർ ഇൻ ടു ദ അലിഗേഷൻ ഡ്യൂറിംഗ് എമർജൻസി. ജനത ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ ഏതായിരുന്നു? എമർജൻസിയുടെ സമയത്ത്, അടിയന്തരാവസ്ഥ സമയത്ത്. നമുക്കറിയാം ഷാ കമ്മീഷൻ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ ദ ലീഡേഴ്സ് ഹു റേസ്ഡ് ദ ഫോളോയിങ് സ്ലോഗൻ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ ആയിരുന്നു? അതായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലേ. ഗരീബി ഹട്ടാവോ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരുടെയാണ്? ഇന്ദിരാഗാന്ധി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ സം സ്റ്റേജസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ. അറേഞ്ച് ദം ക്രോണോളജിക്കലി. അതായത് കാലാനുസൃതമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ്? ആദ്യം ഉണ്ടായത് ഏതാന്ന് എഴുതാം. ഓപ്ഷൻ സി, അതായത് തേർഡ് വൺ ആണ് പറയുന്നത്. ഏതാണ്? OEEC, ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ എക്കണോമിക് കോപ്പറേഷൻ ആണ്. എന്നാണ് വന്നത്? 1948. അപ്പൊ ആദ്യം അതാണ് എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടത് ഓപ്ഷൻ ഡി ആണ്, നാലാമത്തത്. കൗൺസിൽ ഓഫ് യൂറോപ്പ് 1949. പിന്നെ ഒന്നാമത്തത് EEC, ഏതാ? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി 1957 ആണ് കേട്ടോ. പിന്നെ എഴുതേണ്ടത് യൂറോപ്യൻ യൂണിയൻ എന്നാണ് വരുന്നത് 1992 കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നയൻത് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് ദ ഫോളോയിങ്. CTBT എന്താണ്? കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ്. നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്താണ്? ഫസ്റ്റ് ഗൾഫ് വാർ ആണല്ലേ. ഓക്കെ, ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്താണ്? മിസൈൽ സ്ട്രൈക്ക് ഓൺ അൽ ഖായ്ദ ഇൻ സുഡാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആണ് വരിക കേട്ടോ. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്താണ്? നമുക്കറിയാം ഗ്ലോബൽ വാർ ഓൺ ടെറർ ആഫ്റ്റർ 9/11 അല്ലേ. അതായത് 9/11 വാറിന് ശേഷം അമേരിക്ക എന്താണ്? തിരിച്ചടിക്കാൻ തീരുമാനിച്ചതാണ് എന്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്താണ്? US ഇൻവെൻഷൻ ഓൺ ഇറാഖ്. ക്ലിയർ ആണല്ലോ? എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ. സം ഓഫ് ദ പോപ്പുലർ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ പ്ലേസസ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് മാച്ച് ദം കറക്റ്റ്ലി.
അതായത് ചിപ്കോ മൂവ്മെന്റ് എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡിലാണ്. ആന്റി ഇറാഖ് മൂവ്മെന്റ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലാണ് തുടക്കം കുറിക്കപ്പെട്ടത്. ഭാരതീയ കിസാൻ യൂണിയൻ മീററ്റ് UP ആണ്, ഉത്തർപ്രദേശ് ആണ്. ദളിത് പാന്തേഴ്സ് എവിടെ തുടങ്ങിയത്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ വരെയായിരുന്നു ഒരു A പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോസസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ജനതാ ഗവൺമെന്റ്. അതായത് ജനതാ ഗവൺമെന്റിന്റെ പരാജയത്തിനുള്ള കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, ഇന്റേണൽ ആയിട്ട് അവർക്ക് എന്താണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് യൂണിറ്റി കുറവായിരുന്നു, ഐക്യം കുറവായിരുന്നു, ശത്രുത ഉണ്ടായിരുന്നു ലീഡേഴ്സ് തമ്മിൽ. അതുപോലെ അഴിമതി, കറപ്ഷൻ, ഇതൊക്കെ എന്താണ് എന്തിനു കാരണമായി? പീപ്പിൾസിന്റെ ആവശ്യങ്ങൾ അവർ മീറ്റ് ചെയ്യാൻ പറ്റാതെ, അവർക്ക് പീപ്പിൾസിന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റാതെയായി എന്നുള്ളത്. അങ്ങനെയാണ് ആര് തകരുന്നേ? ഫെയിലിയർ ഓഫ് ജനതാ ഗവൺമെന്റ് തകരുന്നേ എന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ 13th ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി. ഒരു 3 ഒബ്ജക്റ്റീവ് ആണ്. ഏതായിരുന്നു? നമുക്കറിയാം, പ്രൊട്ടക്ട് ഹാർഡ് ഏൺഡ് ഫ്രീഡം. അതായത് നമ്മൾ നേടിയെടുത്ത ഫ്രീഡം, അത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഫ്രീഡം എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. അടുത്ത എന്താണ്? ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇതാണ് എന്ത്? നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ്, ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ 3 പില്ലേഴ്സ് ഓഫ് ആസിയാൻ. ആസിയാന്റെ 3 പില്ലേഴ്സ് കണ്ടെത്താനാണ്. ഏതൊക്കെയായിരുന്നു? സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, എക്കണോമിക് കമ്മ്യൂണിറ്റി, സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. ക്ലിയർ ആണല്ലോ. അപ്പൊ 15th ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ ഹെജ്മണി ഹാസ് സർട്ടൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോൺസ്ട്രെയിൻസ്. ഇവാലുവേറ്റ് ദ കോൺസ്ട്രെയിൻസ് ഓൺ അമേരിക്കൻ ഹെജ്മണി. അതായത് അമേരിക്കൻ ശക്തിയുടെ മേലിൽ കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. അതിവിടെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്, എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, ഈ അമേരിക്ക ഇങ്ങനെ വളർന്നു വരുന്നത് തടയുന്ന ഒരു ഫാക്ടറാണ് എന്ത്? അതിന്റെ സ്ഥാപനപരമായ ഘടന. അതായത് അതിന്റെ സ്ട്രക്ചർ തന്നെ അതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം അമേരിക്കയുടെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജിച്ചിട്ടാണ് ഉള്ളത്, പല വിഭാഗങ്ങളിലായി വിഭജിച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ വിഭജനം എന്താണ്? പലതരത്തിലുള്ള കോൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നതാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്, സ്ഥാപനപരമായ ഘടനയാണ്, അതിന്റെ സ്ട്രക്ചർ തന്നെയാണ് അതിന്റെ വെല്ലുവിളി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അമേരിക്കയുടെ അകത്ത് തന്നെ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്? അമേരിക്ക ഉയരുന്നതിന് തടയുന്ന ഒരു കാര്യം, നിയന്ത്രിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തോടുള്ള ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വിശ്വാസക്കുറവാണ് എന്ത്? അമേരിക്കയുടെ അടുത്തൊരു നിയന്ത്രണം എന്ന് പറയുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് ഫാക്ടറാണ് എന്ത്? അമേരിക്കയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംഘടനയാണ് ഏത് എന്ന് പറയുന്നത്? നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോ എന്താണ്? അമേരിക്കനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു സംഘടനയാണ്. അപ്പൊ ഇതാണ് എന്ത്? അമേരിക്കയുടെ 3ാമത്തെ കോൺസ്ട്രെയിൻ അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾ 12th ചാപ്റ്ററിൽ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നേ പറയുന്ന കാര്യമാണ്. ഓക്കെ, 16th ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ദ ഡോമിനേഷൻ കോൺഗ്രസ് പാർട്ടി ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ. അതായത് ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു എന്ത്? ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 പാർട്ടി ഇറ അല്ലെ, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടം ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി ജയിക്കാൻ ഉണ്ടായ കാരണമാണ് പറയുന്നത്. എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്ത്? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതിലുണ്ടായിരുന്ന ലീഡേഴ്സ് ഒക്കെ പറയുന്നത് എന്താണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളവരാ അല്ലെ. അതായത് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളവരാ. അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും അല്ലെ. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഓൾഡസ്റ്റ് പാർട്ടി, ഏറ്റവും ഫസ്റ്റ് വന്ന പാർട്ടി 1885 പാർട്ടി വന്നിട്ടുള്ളത്. അതുപോലെ ഗുഡ് ലീഡേഴ്സ്, നെഹ്റുവിനെ പോലുള്ളവര് ഒക്കെ ഉള്ളതാണ് ഏത്? കോൺഗ്രസ് പാർട്ടി. അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. അതുപോലെ ഈ പാർട്ടി എന്തായിരുന്നു? അക്സെപ്റ്റിംഗ് ഓൾ ദി സെക്ഷൻ ആണ് പറയുന്നത്. അതായത് സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും അക്സെപ്റ്റ് ചെയ്യും, റെസ്പെക്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു ഏത്? കോൺഗ്രസ് പാർട്ടി. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും? കോൺഗ്രസിന് വോട്ട് ചെയ്യും, കോൺഗ്രസ് ജയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. 17th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 4 ലെസൺസ് ഓഫ് റീജിയണൽ ആസ്പിറേഷൻ. അതായത് പ്രാദേശിക ഉത്കർഷേച്ഛകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചിട്ടുള്ളതെന്ന്. ഒരു കാര്യം നമുക്ക് പറയാം എന്ത്? ഈ ഒരു പ്രാദേശിക ഉത്കർഷേച്ഛകൾ അല്ലെങ്കിൽ റീജിയണൽ ആസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡെമോക്രസിയുടെ പാർട്ടാണ്. അതുപോലെ ഈ വിഘടനവാദത്തിലേക്കൊന്നും വഴി വെക്കാതെ നോക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിവേചനം പാടില്ല. ഒരു തരത്തിലുള്ള വിവേചനം ഗവൺമെന്റ് കാണിക്കാൻ പാടില്ല ഒരു പ്രദേശത്തോടും. അതുപോലെ തന്നെ എന്താണ്? അധികാരം എപ്പോഴും നമ്മുടെ അതോറിറ്റി പവർ എന്ന് പറയുന്നത് പങ്കിടണം. അതായത് ഒരു സെന്ററിൽ മാത്രം പവർ നിൽക്കരുത്. അധികാരം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ അധികാരം എന്താണ്? പങ്കിടണം. ഈ ഒരു പാഠങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ പഠിച്ചത്? നമ്മുടെ റീജിയണൽ ആസ്പിറേഷന്റെ ലെസൺസിൽ പഠിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ 18th ക്വസ്റ്റ്യൻ നോക്കാം. യൂറോപ്യൻ യൂണിയൻ ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് പവർ സെന്റർ ടു US ഹെജ്മണി.
എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇക്കണോമിക് ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസ്. അതായത് അമേരിക്കയുടെ ഒരു ബദൽ കേന്ദ്രമായിട്ട് നമുക്ക് യൂറോപ്യൻ യൂണിയനെ കാണാൻ സാധിക്കും. അതിനുള്ള എക്കണോമിക്കലിയും അതുപോലെ മിലിറ്ററി റീസൺസും ആണ് ഇവിടെ കാണിക്കാൻ പറയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് പറയാം എന്താണ് ഈ യൂറോപ്യൻ യൂണിയൻ വന്നതിന് ശേഷം അത് പെട്ടെന്ന് ഒരു വിസ്മയകരമായ വളർച്ചയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് എക്കണോമിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ 2005 എന്താണ് അതിന്റെ മൊത്തം ദേശീയോൽപാദനം, അതായത് GDP എന്ന് പറയുന്നത് എന്താണ് $12 ട്രില്യൺ ആയിരുന്നു. അതായത് ഇത് US-ന്റെ GDP-നേക്കാൾ കുറച്ചും കൂടെ വലുതാണ്, നേരിയ തോതിൽ എന്താണ് കുറച്ച് ഉയർന്നതായിരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് പറയാം എന്താണ് അമേരിക്കയുടെ അത്രയും പവർഫുൾ ആണ് എന്ത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. സൈനിക സഖ്യം നോക്കുകയാണെങ്കിലും എന്താണ് സൈനികമായിട്ടും യൂറോപ്യൻ യൂണിയനും വലിയ സ്വാധീനമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കോസസ് ഫോർ ദ സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ 1969. അതായത് 1969 കോൺഗ്രസ് പാർട്ടി പിളരാനുണ്ടായ കാരണങ്ങളാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സിൻഡിക്കേറ്റിന്റെ ആറ്റിറ്റ്യൂഡാണ് ഒന്നാമത്തെ റീസൺ. അതായത് സിൻഡിക്കേറ്റ് വിചാരിച്ച പോലെ ആയിരുന്നില്ല ആര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ, ഇന്ദിരാഗാന്ധി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്, ആളുടെ ഇഷ്ടത്തിന് ചെയ്തിരുന്നതാണ്. അപ്പൊ അതെന്താണ് ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധി എന്ത് ഇനീഷ്യേറ്റ് ചെയ്യാണ്, കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്തതും ആർക്ക് പറ്റിയില്ല, പാർട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റു നേതാക്കന്മാർക്ക് പറ്റിയില്ല. അപ്പൊ അങ്ങനെ എന്താണ് അവര് 1969 പ്രസിഡൻഷ്യൽ ഇലക്ഷന് സിൻഡിക്കേറ്റ് ആരെ നിയമിക്കുകയാണ്, കോൺഗ്രസിന്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് N സഞ്ജീവ റെഡ്ഡിനെ നിയമിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇന്ദിരാഗാന്ധി VV ഗിരിനെ നിയമിക്കുന്നു. അങ്ങനെ VV ഗിരി ജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്തുണ്ടായേ നമ്മുടെ കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആവാനുണ്ടായ കാരണം. അങ്ങനെ കോൺഗ്രസ് R, കോൺഗ്രസ് O എന്നുള്ള പേരിൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ആയി എന്നുള്ളത് ഇവിടെ എഴുതാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിപ്കോ മൂവ്മെന്റ് വാസ് വൺ ഓഫ് ദ നോട്ടഡ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ അവർ കൺട്രി. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ചിപ്കോ മൂവ്മെന്റ്. അപ്പൊ നമുക്കറിയാം ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരൊക്കെയാണ്, ചന്ദ്രപ്രസാദ് ഭട്ടും സുന്ദർലാൽ ബഹുഗുണയായിരുന്നു. ഇത് എവിടെയായിരുന്നു ആരംഭിച്ചത്, ഉത്തരാഖണ്ഡിലാണ്, ഗോവേശ്വർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. 1973 എന്താണ് ഇതിന്റെ ഒരു വേറിട്ടൊരു സംഭവം എന്ന് വെച്ചാല് എന്താണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണർ എന്താണ് മരങ്ങൾ കെട്ടിപ്പിടിച്ച് അവരെ വെട്ടി വീഴ്ത്തുന്നത് തടയുകയാണ് ചെയ്തിരുന്നത്. അതായത് ഒരു എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാലോ. ഓക്കെ, അതെന്താണ് ഗവൺമെന്റ് സൈമൺസ് എന്ന് പറയുന്ന സ്പോർട്സ് കമ്പനിക്ക് അനുമതി കൊടുത്തു മരങ്ങൾ മുറിക്കാൻ. അപ്പൊ അതിനെതിരെ എന്താണ് ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു എന്ത് ചിപ്കോ മൂവ്മെന്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അവിടെ എഴുതാം. അടുത്ത് നോക്കാം. 21 ആണ്. എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസസ് ഓഫ് നാഷണൽ എമർജൻസി 1975. അതായത് നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ അടിയന്തരാവസ്ഥ ആരംഭിക്കുന്നത് എന്നാണ് 1975 ജൂൺ മുതൽ 1977 മാർച്ച് വരെ നിലനിന്നിരുന്നതാണ് അടിയന്തരാവസ്ഥ കാലഘട്ടം. അങ്ങനെ 21 മാസമായിരുന്നു എന്തുണ്ടായിരുന്നത് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് കറുത്ത അധ്യായം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ, ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താണ് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതാണ്. എന്താണ് പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. പിന്നെ എന്താണ് ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ, ചെറുത്തുനിൽപ്പ്. അതുപോലെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ എന്താണ് ലീഡേഴ്സ് ഭരണഘടനയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. അതെന്താണ് ഇതെല്ലാം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നവയായിരുന്നു. ഈ ഒരു കാലഘട്ടം ജനങ്ങൾക്ക് എന്താണ് വെറുപ്പും വിദ്വേഷവും ആർക്കെതിരെ ഉണ്ടായി, ഗവൺമെന്റിനെതിരെ ഉണ്ടായി. അതിനുള്ള ഒരു തെളിവാണ് എന്ത് 1977 ഇലക്ഷനിൽ ആര് തകരുകയാണ്, കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയും ജനതാ പാർട്ടി ജയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഓക്കെ അല്ലേ ഈ ഒരു ഭാഗം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22 ആണ്. ചൈന ഈസ് കൺസിഡേർഡ് ആസ് എൻ ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ. എക്സ്പ്ലെയിൻ ദി ഗ്രോത്ത് ഓഫ് ചൈന. അതായത് ചൈന എന്നത് കണക്കാക്കുന്നത് എന്താണ് അധികാരത്തിന്റെ ഒരു ബദൽ കേന്ദ്രമായിട്ടാണ്. ചൈനയുടെ ഗ്രോത്ത് വിശകലനം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ചൈന എന്ന് പറയുന്നത് 3ാമത്തെ ബദൽ കേന്ദ്രമാണ്, ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ ആണ്. ഈ ചൈനയുടെ ഒരു കാര്യം പറഞ്ഞാല് 2040 എന്താണ് ചൈന അമേരിക്കനെ മറികടക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എക്കണോമിക് സെക്ടറിൽ കേട്ടോ, സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തില്. കാരണം എന്താണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്താണ് ലോകത്തിൽ തന്നെ ജനശ്രദ്ധ നേടുന്ന ഒരു പ്രോഡക്ട്സ് ആയിരുന്നു അവർ നിർമ്മിക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിൽ അവർ കുറെ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതെന്താണ് ആര് വന്നപ്പോൾ തീരാണ്, നമ്മുടെ സിയാവോ പിങ് വന്നപ്പോൾ തീരാണ്. എങ്ങനെയാണ് ആള് ഒരു പുതിയ നയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതായിരുന്നു ഓപ്പൺ ഡോർ പോളിസി എന്നുള്ള നയം. അതായത് തുറന്ന വാതിൽ എന്നുള്ള നയങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും എന്താണ് ചൈന എക്കണോമിനെ എന്താണ് വലിയ ഉന്നതിയിൽ എത്തിച്ചു എന്നുള്ളത്.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, രാജ്യത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും എന്താണ് ചൈനയുടെ ഈ ഒരു വളർച്ച സഹായിച്ചിട്ടില്ല. അതുപോലെ എന്താണ് കാരണം എന്താ, തൊഴിൽ രഹിതരാണ് ചൈനയിൽ, കൂടുതൽ ജോലി തേടി അലയുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങൾ ഒക്കെ എഴുതാം. അതുപോലെ 2 പ്ലേസുകൾ തമ്മിലുള്ള ഡിസ്പാരിറ്റി, അതായത് സാമ്പത്തിക അസമത്വം വളരുന്ന ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാമ്പത്തിക അസമത്വത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23 ആണ്. എക്സ്പ്ലെയിൻ ദ ഐഡിയോളജീസ് ഓഫ് സ്വതന്ത്ര പാർട്ടി. അപ്പൊ നമുക്കറിയാം സ്വതന്ത്ര പാർട്ടി എന്താ വന്നേ, 1959. അതായത് എല്ലാ പാർട്ടിയും ഡേറ്റും അതുപോലെ തന്നെ ലീഡേഴ്സിന്റെ കാര്യമൊക്കെ നോക്കണം കേട്ടോ. ഡേറ്റ് അല്ല, ഇയർ. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര പാർട്ടി വന്നത് 1959 ആരായിരുന്നു ലീഡേഴ്സ്? ഫൗണ്ടിങ് ലീഡേഴ്സ് ആയിരുന്നു സി രാജഗോപാലാചാരി, മീനു മസാനി, NG രംഗ. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇവർ ഐഡിയോളജി എന്തായിരുന്നു? പൊതുമേഖലയെ എന്താണ് ഇവർ എതിർക്കുകയും അതുപോലെ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള ആശയങ്ങളായിരുന്നു ആരുടെ? സ്വതന്ത്ര പാർട്ടി. സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളത് തന്നെ, ഇൻഡിപെൻഡൻസ് തന്നെയാണ് അവരുടെ ആശയം എന്നുള്ളതും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുക, മാർക്കിനനുസരിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ 23 ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്പ്ലിറ്റ് ആയതും അതുപോലെ തന്നെ രാജഗോപാലാചാരി മരിച്ചതിന് ശേഷം എന്താണ് മീനു മസാനിയുടെ നേതൃത്വത്തിൽ വന്നതും ഈ കാര്യങ്ങളെല്ലാം എഴുതണം കേട്ടോ. ഓക്കെ, കാരണം ഇത് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പൊ അത്യാവശ്യം എഴുതുക. അപ്പൊ 24th ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദളിത് പാന്തേഴ്സ്. അപ്പൊ ദളിത് പാന്തേഴ്സ് എവിടെയാണ് വന്നിട്ടുള്ളത്? നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ്. 1972 വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടി വന്നതാണ്? ദളിതർക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾക്ക് നേരെ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ വോയിസ് ഉയർത്താനാണ് വന്നിട്ടുള്ളത്. എന്ത്? ദളിത് പാന്തേഴ്സ്. യൂത്തിന്റെ ഒരു പ്രസ്ഥാനമായിരുന്നു കേട്ടോ. യൂത്താണ് തുടക്കം കുറിക്കുന്നത്. അല്ല, ഇതിലെഴുതാട്ടോ, എളുപ്പമാണ്. പിന്നെ ഇപ്പൊ ഏത് പേരിലാണ് അവർ അറിയപ്പെടുന്നത്? ബാംസഫ് പോലുള്ള സംഘടനകളാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25 ആഫ്റ്റർ 1989 ഇന്ത്യ വിറ്റ്നസ്ഡ് 5 ഡെവലപ്മെന്റ്സ് ദാറ്റ് വർ ടു മേക്ക് എ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട്സ് ഓൺ അവർ പൊളിറ്റിക്സ്. എക്സ്പ്ലെയിൻ ദം. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ഇത് 9th ചാപ്റ്റർ ആണ്. 9th ചാപ്റ്റർ ഈ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, നമുക്കറിയാം. അപ്പോൾ നോക്കാട്ടോ, ഒരു 5 കാര്യമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്നാമത്താണ് എന്ത്? കോൺഗ്രസ് വ്യവസ്ഥയുടെ അന്ത്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് സിസ്റ്റം, എൻഡ് ഓഫ് കോൺഗ്രസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മണ്ഡൽ പ്രശ്നമാണ്. മൂന്നാമത്തേതായിട്ട് NEP, അതായത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ആവിർഭാവം. നാലാമതായിട്ട് അയോധ്യയുടെ തർക്കം, അതായത് ബാബരി മസ്ജിദിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നതാണ് എന്ത്? പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളാണ് അവിടെ വിശദീകരിച്ച് എഴുതണം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ബംഗ്ലാദേശ് വാർ. അതായത് ഇന്തോ പാക് വാർ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതിന്റെ കോൺസിക്വൻസസും ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 1970 എന്ത് നടക്കുകയാണ്? പാകിസ്ഥാനിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുകയാണ്. ഈ ഇലക്ഷനൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ കിഴക്കൻ പാകിസ്ഥാനുള്ള ജനങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യാണ്? അവരൊരു 2ാം കിട പൗരന്മാരായിട്ടുള്ള ഒരു ഫീൽ അവർക്ക് വരികയാണ്. അതിനെ തുടർന്ന് അവരെന്താണ്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് വേണം, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം വേണം എന്ന് അവർ ഡിമാൻഡ് ചെയ്യാണ്. അതിനെ തുടർന്ന് അവരെന്താണ്, ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, പാകിസ്ഥാനിലെ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാവാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും എന്താണ് അഭയം പ്രാപിക്കാനായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലോട്ടും വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യയിലോട്ട് അതായത് 80 ലക്ഷത്തിലേറെ ബംഗ്ലാദേശ് അഭയാർത്ഥികൾ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഇവരെല്ലാരെയും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ക്ഷാമമൊക്കെ നേരിടുന്നുണ്ട്. അത് പിന്നീടുള്ള കാര്യമാണ്. അതായത് വന്നത്, അഭയാർത്ഥികൾ വന്നതും അവർ വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ പ്രതിസന്ധികൾ, നമുക്ക് എല്ലാവരെയും നോക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി നമ്മളെ കയ്യിലൊന്നില്ലല്ലോ. അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അഭയാർത്ഥികൾ ഇന്ത്യയിലോട്ട് വന്നു. അപ്പൊ ഇന്ത്യ ആർക്കാണ് പിന്തുണ നൽകുന്നത്? ബംഗ്ലാദേശിന് പിന്തുണ നൽകുകയാണ്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ആരോട് വെറുപ്പുണ്ടാവും? ഇന്ത്യയോട് വെറുപ്പുണ്ടാവും അല്ലെ. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു ആരുണ്ടായിരുന്നേ? ചൈനയും US ഉണ്ടായിരുന്നേ. ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ തർക്കം തുടർന്നു. അങ്ങനെ ഇന്ത്യ എന്ത് പറയാണ്? പാകിസ്ഥാനോട് ഈ അഭയാർത്ഥികളെ തിരിച്ചു വിളിക്കാൻ പറയാണ്. പക്ഷേ പാകിസ്ഥാൻ അത് കേൾക്കുന്നില്ല. അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പോരാട്ടം ആരംഭിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനിൽ പോയി ഇവിടെ അങ്ങനെ ആ കിഴക്കൻ പ്രവിശ്യയിൽ പോയി കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ സൈന്യത്തെ ഇന്ത്യ കീഴടക്കി ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാകിസ്ഥാനും ഇന്ത്യയും നല്ല ബന്ധം തുടരാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുൽഫിക്കർ അലിയും
ഭൂട്ടോയിലെ സിംലയിൽ വെച്ചിട്ടൊരു സമ്മേളനത്തിൽ ഒരു സമാധാന കരാറിലെല്ലാം ഒപ്പിടുന്നുണ്ട്. സിംല കരാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാന് മേൽ എന്താണ് ഇന്ത്യ വിജയം നേടി. ഏത് 1971 വാർ. അപ്പൊ ഇത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തി ഉയരാൻ ഈ ഒരു 1971 വാർ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ അടുത്ത പാർട്ടിലെ 27th ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. അതായത് വിഭജനത്തിന്റെ പ്രക്രിയയും അതിന്റെ അനന്തരഫലങ്ങളും. കറക്റ്റ് ആയിട്ട് നമ്മൾ നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടെലിഗ്രാം ചാനലിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മൾ ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഇന്ത്യയിൽ എന്താണ് വിഭജിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്താണ് ഒരു മുസ്ലിം ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിംസ് ചേർന്ന സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. സിംഗിൾ ബെൽറ്റ് ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എല്ലാ മുസ്ലിംസിനും പാകിസ്ഥാനിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ മൈനോറിറ്റീസ്, അതായത് നമ്മുടെ ബോർഡറിൽ ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് എന്താണ് കുറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തു. പിന്നെ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പോകുമ്പോൾ അവരെന്ത് നേരിട്ടു? പലതരത്തിലുള്ള പീഡനങ്ങളും, അതുപോലെ തന്നെ കുട്ടികൾ എന്താണ് രക്ഷിതാക്കളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി. അതുപോലെ പല വിഭജനം എന്ന് പറഞ്ഞ ആളുകൾ തമ്മിലുള്ള വിഭജനം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്ലേസസ് തമ്മിലുള്ള വിഭജനം മാത്രമായിരുന്നില്ല. ഈവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ പെന്ന് പേപ്പർ വരെ വിഭജിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത് പോയിന്റ് ആക്കിയിട്ട് നമ്മുടെ PDF ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോസസ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇൻ 1975. അതായത് 1975 നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ഒന്നാമതായിട്ട് പറയാം നമുക്ക് രാഷ്ട്രീയ കാരണങ്ങളാണ് അല്ലേ. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് പ്രൊക്ലെയിം ചെയ്യുന്നത്? എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്നത്. പിന്നെന്താണ്? കറപ്ഷൻ, അഴിമതിയാണ് വേറൊരു കാരണം. പിന്നെന്താ നമുക്ക് പറയാം? എക്കണോമിക് റീസൺസ് പറയാം. അതുപോലെ തന്നെ രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങൾ, സാമ്പത്തിക പശ്ചാത്തലം, അഴിമതി, രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭം, അതുപോലെ ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രസ്ഥാനങ്ങൾ. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇന്ത്യയിൽ ആകെ സംഘർഷ ബഹുലിതമായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? നമ്മുടെ എമർജൻസി പ്രഖ്യാപിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത് അത്യാവശ്യം വിശദീകരിച്ച് എഴുതുക, കാരണം 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഹിജ്മണി? എക്സ്പ്ലെയിൻ 3 ഡയമെൻഷൻസ് ഓഫ് US ഹിജ്മണി ആണ് പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം ഹിജ്മണി എന്താന്നുള്ളത് എഴുതുക, എന്നിട്ട് 3 ഡയമെൻഷൻ എഴുതുക. അതായത് 3 അർത്ഥ തലങ്ങൾ ഉണ്ട് എന്നുള്ളത്. ആധിപത്യം മാരക ശക്തി എന്ന നിലയിൽ, അതായത് ഹിജ്മണി ആസ് ഹാർഡ് പവർ. അവിടെ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? മിലിറ്ററി ആധിപത്യമാണ്, സൈനിക ആധിപത്യത്തിന്റെ കാര്യമാണ്. അടുത്ത രണ്ടാമത്തെ എന്താണ്? ആധിപത്യം ഘടനാപരമായ ശക്തി എന്ന നിലയിൽ, ഹിജ്മണി ആസ് സ്ട്രക്ചറൽ പവർ. അപ്പൊ ഇവിടെ സാമ്പത്തിക കാര്യമാണ് പറയുന്നത്. അതായത് അധികാരം എങ്ങനെയാണ്? സാമ്പത്തിക അധികാരത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മൂന്നാമതായിട്ട് എന്താണ്? ആധിപത്യം മൃദുല ശക്തി എന്ന നിലയിൽ, ഹിജ്മണി ആസ് സോഫ്റ്റ് പവർ, അതായത് സംസ്കാരത്തിന്റെ ആധിപത്യം, അതായത് അമേരിക്കയുടെ ആധിപത്യം, ലോകത്തിന് മേലുള്ള ആധിപത്യത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം 2022 ഹാഫ് ഇയർലിക്ക് ചോദിച്ചത് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ 14th ചാപ്റ്ററേയും അതുപോലെ തന്നെ 15th ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചാപ്റ്റർ 14 നോക്കാം നമുക്ക്. കണ്ടംപററി സൗത്ത് ഏഷ്യ, അതായത് സമകാലിക ദക്ഷിണേന്ത്യ എന്നുള്ള പാഠഭാഗമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവാമി ലീഗ് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് വിച്ച് സ്റ്റേറ്റ്? അതായത് അവാമി ലീഗ് ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഏതാണ്? ബംഗ്ലാദേശ് ആണ് കേട്ടോ, ബംഗ്ലാദേശ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ തമിഴ് ഇഷ്യൂ ഇൻ ശ്രീലങ്ക? എന്തായിരുന്നു ശ്രീലങ്കയിലെ തമിഴ് പ്രശ്നം എന്നുള്ളത്? അതായത് ശ്രീലങ്കയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു തമിഴ് രാഷ്ട്രം വേണമെന്ന് ആര് പറയാണ്? LTTE, അതായത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം പറയാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് വേണമെന്ന് പറയാണ്? ശ്രീലങ്കയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് തമിഴർക്ക് മാത്രമായിട്ട് തമിഴ് ഈഴം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണമെന്ന്, വിഘടനവാദമായിരുന്നു അത് കേട്ടോ. അപ്പൊ അവര് തമിഴരോടുള്ള വിവേചനം, ശ്രീലങ്കക്കാർക്കുള്ള വിവേചനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ LTTE എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന വരുന്നതും അതുപോലെ തന്നെ ഇങ്ങനൊരു ഡിമാൻഡ് അവർ ആവശ്യപ്പെടുന്നതും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഹാവ് ഡിഫറൻസസ് ഓവർ സെവറൽ ഇഷ്യൂ. റൈറ്റ് 3 such issues. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്തരം 3 പ്രശ്നങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നമായിട്ട് നമുക്ക് എന്ത് പറയാം? ഷെയറിംഗ് ഓഫ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവർ വാട്ടേഴ്സ്, അതായത് നദീജല തർക്കം എന്നുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് പറയാം? ബൗണ്ടറി ഡിസ്പ്യൂട്ട്,
ബൗണ്ടറി ഡിസ്പ്യൂട്ട് നമുക്ക് പറയാം. മൂന്നാമതായിട്ട് എന്താണ്, ബംഗ്ലാദേശിന്റെ ഡിസിഷൻ എന്തായിരുന്നു അവരുടെ തീരുമാനം, ഇന്ത്യയിലോട്ട് എന്ത് കയറ്റുമതി ചെയ്യില്ല, നാച്ചുറൽ ഗ്യാസസ് ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യില്ല. അതുപോലെ കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. മൂന്നെണ്ണാണ് ഇവിടെ എഴുതേണ്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ ഏരിയാസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ മേഖലകൾ പരിശോധിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് സംഘർഷ മേഖലകൾ ഉണ്ട് അല്ലേ. ഒന്നാമതായിട്ട് എന്താ നമ്മൾ പറയുന്നത്, അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രധാനവും ശ്രദ്ധേയവുമായ പോരാട്ടമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാന്റെയും തമ്മിലുള്ളത്. അപ്പൊ ഈ ഒരു പോരാട്ടം എന്ന് പറഞ്ഞാല് സിയാച്ചിൻ ഹിമപ്രദേശിന്റെ നിയന്ത്രണം, അതുപോലെ ആയുധ ശേഖരണം എന്നീ പ്രധാന പ്രശ്നങ്ങളുടെ പേര് രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്താണ് പലതരത്തിലുള്ള മത്സരവും സംഘർഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 1990-കളിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങളും മിസൈലുകളൊക്കെ ആർജിക്കുന്നുണ്ട്. ഇതെന്താണ്, രണ്ടുപേരും എന്താണ് തകർച്ചയുടെ വക്കിൽ വരെ എത്തുന്നുണ്ട്. അതിനുശേഷം അവര് എന്താണ് പ്രത്യക്ഷ യുദ്ധമൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതും. അതുപോലെ എന്താണ് ഇൻഡസ്, അതായത് നദീജല തർക്കമുണ്ട്. ഏത് നദീനെ ചൊല്ലിയിട്ടാണ്, സിന്ധു നദീനെ ചൊല്ലിയിട്ടുള്ള തർക്കം. അത് പിന്നെ എന്താണ് നമ്മുടെ വേൾഡ് ബാങ്ക്, ലോക ബാങ്ക് ഇടപെട്ടിട്ട് ഒത്തുതീർപ്പാക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. അതായത് സിന്ധു നദീജല കരാറ്, നദീനെ ചൊല്ലിയിട്ടുള്ള തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റാൻ ഓഫ് കച്ചിലുള്ള സർ ഗ്രീക്കിന്റെ വിഭജന രേഖയെ സംബന്ധിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്. അതുപോലെ ISI, അതായത് ചാര സംഘടനയാണ് പാകിസ്ഥാന്റെ. അപ്പൊ അതെന്താണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കേ ഭാഗങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ വാദമാണ്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് വേണം എന്തെഴുതാൻ, ഈ ഒരു ആൻസർ എഴുതാൻ കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഇവിടെ പറയുന്നുണ്ട്, കാരണം നിങ്ങൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, നമുക്ക് നോക്കാം. രാജവാഴ്ചയെ അനുകൂലിക്കുന്നവരും ജനാധിപത്യവാദികളും തീവ്രവാദികളും തമ്മിലുള്ള മത്സരം രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? നേപ്പാൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ. രണ്ടാമത്തെ നോക്കാം. ബഹുപാർട്ടി മത്സരമുള്ള കരബന്ധിതമായ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണം ആരംഭിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യമാണ് ഏത്? ശ്രീലങ്ക. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. സൈനിക ജനാധിപത്യ വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ സൈനിക വിഭാഗം വിജയം നേടിയ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിപ്പോ മാറിയിട്ടുണ്ട്, ജനാധിപത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ. കേന്ദ്രീയമായി സ്ഥിതി ചെയ്യുകയും മിക്ക ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുകയും ചെയ്യുന്ന രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇനി മൊണാർക്കി, രാജ്യഭരണം ഉള്ളത് എവിടെയാണ്? ഭൂട്ടാനാണ് കേട്ടോ. അതും ഇത്രയും മനസ്സിലാക്കി വെക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കിയാലോ. അപ്പൊ ചാപ്റ്റർ 15 നോക്കാം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അതായത് അന്തർദേശീയ സംഘടനകൾ. ഓക്കെ അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് വേൾഡ് സോഷ്യൽ ഫോറം, അതായത് WSF ഹെൽഡ് ഇൻ 2001. അതായത് 2001 വേൾഡ് സോഷ്യൽ ഫോറത്തിന്റെ ആദ്യ യോഗം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ്. പോർട്ടോ അലഗ്രിയിലാണ് കേട്ടോ. PORTOALEGRE. ക്ലിയർ ആണല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. WTO ഈസ് സെർവിങ് ആസ് ദ സക്സസർ ഓഫ് വിച്ച് ഓർഗനൈസേഷൻ? അതായത് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഏത് സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഏതാണ്? GATT ആണ് കേട്ടോ. GATT ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓർഗൻസ് ഓഫ് UNO. അപ്പൊ അതായത് ഇതിന് കുറച്ച് ചുമതലകളും കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ UNOയുടെ ഫസ്റ്റ് ഓർഗൻ സെക്രട്ടേറിയറ്റ് എന്താണ്? ഹെഡഡ് ബൈ സെക്രട്ടറി ജനറൽ ആണ്. ജനറൽ അസംബ്ലി എന്താണ്? റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ മെമ്പർ സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ മീറ്റിംഗ്. അതാണ് എന്ത്? ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 പെർമനന്റ് ആൻഡ് 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? സെക്യൂരിറ്റി കൗൺസിൽ കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The United Nations has 6 principal organs. Write a note on any 4 of them. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയായിരുന്നു 6 ഓർഗൻസ് എന്ന് പറഞ്ഞ നിങ്ങൾ. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം? ജനറൽ അസംബ്ലി, അതാണ് പൊതുസഭ ഒന്നാമത്തെ ഓർഗൻ. രണ്ടാമത്തെ ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ, സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. മൂന്നാമത്തത് സാമ്പത്തിക സാമൂഹിക സമിതി. നാലാമത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. പിന്നെ സെക്രട്ടേറിയറ്റ്, പിന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിലും. ഇത്രയാണ് നമ്മൾ 6 ഓർഗൻ പറയുന്നത്. അതിൽ 4 വിവരിക്കാനാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് നോക്കാം കേട്ടോ. അതായത് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ്. 1945 ഒക്ടോബർ 24 UN വരുന്നത് കേട്ടോ.
അപ്പോൾ ഒക്ടോബർ 24 നമ്മൾ UN ഡേ ഒക്കെ ആയിട്ട് ആഘോഷിക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ആരായിരുന്നു നമ്മുടെ വേൾഡ് കൺട്രോൾ ചെയ്തിരുന്നത്? ലീഗ് ഓഫ് നേഷൻ ആയിരുന്നു. പക്ഷേ ലീഗ് ഓഫ് നേഷൻ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വന്നതാണ്. ലീഗ് ഓഫ് നേഷൻ വന്നു കഴിഞ്ഞിട്ട് എന്തുണ്ടായി? സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ എന്താണ്, ലീഗ് ഓഫ് നേഷനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എന്താണ് UN എന്നുള്ളത് നമ്മൾ ഫോം ചെയ്തു 1945. അപ്പോൾ UN എന്തായിരുന്നു? ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷൻ തന്നെയായിരുന്നു അല്ലേ, നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു പീരീഡിൽ, എന്റെ പീരീഡിലാണ് എന്ത് വരുന്നത്? UN വരുന്നത് എന്ന് മനസ്സിലാക്കുക. 1945 കേട്ടോ. അപ്പോൾ ലീഗ് ഓഫ് നേഷന്റെ സക്സസർ ആണ് എന്ത്? യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് നമുക്ക് പഠിക്കാനുള്ള +2 പൊളിറ്റിക്കൽ സയൻസ് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ള ചാപ്റ്റേഴ്സ് എവിടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളത് വിട്ടിട്ടുണ്ട്, ഓൾറെഡി പോസ്റ്റ് ചെയ്ത കാര്യമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ടെൻഷനും വേണ്ട, പൊളിറ്റിക്കൽ സയൻസ് എളുപ്പമാണ്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി, വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്തായാലും ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വരൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.